വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാൾ കൂടിയിട്ടല്ലേ ഞാനൊരു ഓൺ വോയിസ് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത്. കുറേ നാളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് കൊതിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അത് പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന നെഗറ്റീവ് കമൻറ്റാണ്. എൻ്റെ ഫേസിൽ ഉള്ള പിമ്പിൾസിൻ്റെ കാര്യം പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ടാണ് ഫുള്ള്. ഒരു മേക്കപ്പ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പോലും എനിക്ക് വരുന്ന കമൻറ്റുകളാണ്, നിൻ്റെ ഫേസിലുള്ള ആ ഒരു ഡാർക്ക് സ്പോട്ട് കാര്യങ്ങളൊന്നും ഹൈഡ് ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെയാണോ മേക്കപ്പ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഒരു സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റാണ്, നിൻ്റെ ഫേസ് ആദ്യം റെഡിയാക്ക് എന്നിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ നമ്മളത് വെറുതെ വിടും കേട്ടോ. കാരണം ഫസ്റ്റ് ടൈമൊക്കെ അങ്ങനെ നെഗറ്റീവ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഫേസൊക്കെ ഇനി ക്ലിയർ ചെയ്തിട്ട് ഒരു സ്കിൻ കെയർ വീഡിയോയും അതുപോലെ മേക്കപ്പ് വീഡിയോ ഒക്കെ ചെയ്യുള്ളൂ എന്ന് ഇങ്ങനെ തീരുമാനിച്ചിരുന്നതായിരുന്നു ഞാൻ. എന്നാലും മേക്കപ്പ് വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വരും, പിന്നെ ഇങ്ങനെ ചെയ്യണ്ടെന്ന് തോന്നും. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫേസിൽ നല്ല രീതിയിൽ തന്നെ പിമ്പിൾസും ഡാർക്ക് സ്പോട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നോർമലി എന്നെ കാണുന്നവർക്ക് തന്നെ എൻ്റെ ഫേസിലുള്ള ചേഞ്ച് അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ ക്യാമറയിലൂടെ കാണുമ്പോൾ എത്ര ചേഞ്ച് ഉണ്ട് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ലായിരിക്കാം. പക്ഷേ എൻ്റെ കസിനാണെങ്കിലും എൻ്റെ വീഡിയോയിലൊക്കെ വരുന്ന ആളാണ്. അപ്പോൾ ആളുടെ ഫേസിലും എൻ്റെ ഫേസിലും എപ്പോഴും കുരുക്കൾ വരുന്നതാണ്. അതുപോലെ തന്നെ അവിടെ നല്ല ഡാർക്ക് സ്പോട്ടും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആൾ എന്നോട് ചോദിക്കും, ചേച്ചിയുടെ ഫേസ് ഇപ്പോൾ നന്നായിട്ട് ക്ലിയർ ആയി വരുന്നുണ്ടല്ലോ, എന്താണ് പിമ്പിൾസൊക്കെ ഇങ്ങനെ കുറയാനായിട്ടുള്ള കാരണം എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണയായിട്ട് ഒരു മുഖക്കുരു ഇല്ലാത്ത ഒരു മുഖം എനിക്ക് ഉണ്ടാകാറില്ല. എപ്പോഴും എൻ്റെ ഫേസിൽ ഒരു കുരുവെങ്കിലും ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഫേസിൽ ഒട്ടും തന്നെ കുരുവോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ ഉണ്ടായിരുന്ന ഡാർക്ക് സ്പോട്ടുകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഫെയ്ഡായി വരുന്നുണ്ട്. പിന്നെ ഭയങ്കര കുറേ കാലം മുമ്പൊക്കെയുള്ള ഡാർക്ക് സ്പോട്ടുകളൊക്കെ പോകാനായിട്ട് ഒരുപാട് താമസം ഉണ്ടാവും. അപ്പോൾ അതും ഗ്രാജുവലി ചേഞ്ച് ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഈ ഒരു ഫേസിലുള്ള പിമ്പിൾസൊക്കെ പോയതെന്ന്, ഡാർക്ക് സ്പോട്ട് കാര്യങ്ങളൊക്കെ പോയതെന്ന് ഞാൻ പറയാം. അതുപോലെ തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് നല്ല കൊടും ചൂടാണല്ലോ. ഈ സമയത്ത് ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷനൊക്കെ എൻ്റെ ഫേസിൽ നിന്നും ബോഡിയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് എൻ്റെ കുറഞ്ഞതെന്ന് ഞാൻ ഷെയർ ചെയ്യാവേ. ഈ ബ്യൂട്ടി കണ്ടന്റുകളൊക്കെ കൂടുതൽ സെർച്ച് ചെയ്യുന്നവർ എപ്പോഴും കുറച്ച് നാളായിട്ട് കേൾക്കുന്ന പേരായിരിക്കുമല്ലേ ഗ്ലൂട്ടാത്തിയോൺ. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടന്റ് സെർച്ച് ചെയ്യുന്നവർക്ക് എപ്പോഴും വരുന്ന കാര്യമായിരിക്കും ഗ്ലൂട്ടാത്തിയോൺ. അപ്പോൾ ഇന്ന് ഞാൻ ഗ്ലൂട്ടാത്തിയോണിനെ പറ്റിയാണ് കേട്ടോ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അത് എനിക്ക് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുണ്ടെന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ഉള്ളൊരു കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. കുറേ പേർക്ക് അതിനെപ്പറ്റി ഡൗട്ട് ഉണ്ടാകുമായിരിക്കും, കുറേ പേർക്ക് അതിനെപ്പറ്റി നല്ല അറിവുണ്ടാകുമായിരിക്കും. അപ്പോൾ അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഒരു സാധനമാണ്. അതായത് അതൊരു അമിനോ ആസിഡാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, അനിമൽസിൻ്റെ, പ്ലാന്റ്സിൻ്റെ, ബാക്ടീരിയാസിൻ്റെ ഒക്കെ ബോഡിയിലൂടെ ഈ ഗ്ലൂട്ടാത്തിയോൺ ഉണ്ട്. നമ്മുടെ എല്ലാ സെല്ലിൽ കൂടെയും ഒരു ഗ്ലൂട്ടാത്തിയോണിൻ്റെ അളവുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗ്ലൂട്ടാത്തിയോൺ നമ്മൾ പുറത്തുനിന്ന് അഡ്മിനിസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പണ്ടൊക്കെ ഹോസ്പിറ്റൽ ഫീൽഡുകളിൽ ഇങ്ങനെ ഓരോ രോഗങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഓരോ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെയായിരുന്നു ഗ്ലൂട്ടാത്തിയോൺ നമുക്ക് ശരീരത്തിലേക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അത് നമ്മുടെ അതായത് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറ്റി വരുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂട്ടാത്തിയോണിലൊരു സെൽ റിപ്പയറിങ് പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഈ സ്കിൻ ബാരിയർ ഉണ്ടാകുന്ന ഡാമേജുകളൊക്കെ ഇല്ലേ, അതിനെയൊക്കെ റിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ നഖമൊക്കെ കട്ടിക്ക് വളരാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രാജുവലി ഇങ്ങനെ ഗ്ലൂട്ടാത്തിയോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് സ്കിൻ വൈറ്റനിങ്ങും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അതിപ്പോൾ കൂടുതലും ഈ ഒരു കോസ്മെറ്റോളജി ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഡിസ്ക്ലൈമർ ആയിട്ടൊരു കാര്യം പറയാം. ഈ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ വൈറ്റനിങ് എന്ന് പറഞ്ഞ ആ ഒരു ടാഗിനെ പ്രൊമോട്ട് ചെയ്തിട്ടല്ല. നമ്മളിപ്പോൾ ഏത് സ്കിന്നാണെങ്കിലും ആ ഒരു സ്കിന്നിനെ, ഇപ്പോൾ ഫെയർ ആണെങ്കിലും ഡസ്കി സ്കിൻ ആണെങ്കിലും എന്താണോ ഉള്ളത് അതിനെ ഹെൽത്തി ആയിട്ട് വെക്കുക എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് കേട്ടോ ഞാനിത് പറഞ്ഞു തരുന്നത്. ഒരിക്കലും ഈ ഒരു ഗ്ലൂട്ടാത്തിയോൺ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വെളുത്ത് തുടുക്കും അന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഗ്ലൂട്ടാത്തിയോൺ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ഒരു ഷെയ്ഡിനെക്കാട്ടി 1-2 ഷെയ്ഡ് കൂടാറുണ്ട്. പണ്ടൊക്കെ ഈ ഒരു നമ്മുടെ സിനിമാ നടിമാരൊക്കെ, പണ്ടെന്നല്ല ഇപ്പോഴും ഈ സിനിമാ നടിമാരൊക്കെ കൂടുതൽ കളർ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗ്ലൂട്ടാത്തിയോൺ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ ഒരു ടോപ്പിക്ക് കൈകാര്യം ചെയ്യുന്ന സമയത്ത് സ്കിൻ വൈറ്റനിങ് എന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞു. അതൊരിക്കലും
സ്കിൻ വൈറ്റനിങ് ചെയ്ത് ഡാർക്ക് ആയിട്ടുള്ള സ്കിൻ അല്ലെങ്കിൽ ഡസ്കി ആയിട്ടുള്ള സ്കിന്നിനെ ഫെയർ ആക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലല്ല ഞാനിത് പറയുന്നത്. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഒരു സ്കിന്നിനെ താഴ്ത്തി കെട്ടുന്ന രീതിയിലോ ആ ഒരു സ്കിന്ന് മോശമായതുകൊണ്ട് ഈ ഒരു സാധനം യൂസ് ചെയ്ത് നമുക്ക് ഫെയർ ആക്കാം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാനൊരു മീഡിയം ടു ഡസ്കി സ്കിന്നാണ്. അപ്പോൾ എൻ്റെ ആ ഒരു സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് വെക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഗ്ലൂട്ടാത്തിയോൺ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഗ്ലൂട്ടാത്തിയോൺ എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതൊരു അമിനോ ആസിഡാണ്, നമ്മുടെ ബോഡിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു അമിനോ ആസിഡാണ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഗ്ലൂട്ടാത്തിയോൺ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മെയിനായിട്ടും ഈ ഗ്ലൂട്ടാത്തിയോൺ യൂസ് ചെയ്യാനായിട്ട് ആളുകൾക്ക് പേടിയുള്ളത് അതിനെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് ഓർത്തിട്ടാണ്. ഗ്ലൂട്ടാത്തിയോണിന് ഇതുവരെ സൈഡ് എഫക്റ്റുകളും കാര്യങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഗ്ലൂട്ടാത്തിയോണിന് സൈഡ് എഫക്റ്റ് വരും നമ്മൾ ആ ഒരു കറക്റ്റ് ഡോസിൽ അത് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അമിതമായ അമൃതം വിഷം എന്നാണല്ലോ, അതുപോലെ തന്നെ ഗ്ലൂട്ടാത്തിയോൺ ഒരു പരിധി കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് എഫക്റ്റുകളും കാര്യങ്ങളും നമ്മുടെ ബോഡിയിൽ കാണിക്കും. അപ്പോൾ അത് എപ്പോഴും യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സേഫ് ഡോസേജിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഗ്ലൂട്ടാത്തിയോൺ ഏതൊക്കെ ടൈപ്പിലാണ് നമ്മുടെ ബോഡിയിലേക്ക് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക എന്നാണ് ഇപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. മെയിൻ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് IV അഡ്മിനിസ്ട്രേഷൻ ആണ്. അതായത് നമ്മുടെ വെയിനിലോട്ട് ഗ്ലൂട്ടാത്തിയോൺ ഇഞ്ചക്ട് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിൽ എത്തിപ്പിക്കുന്ന ഒരു മെത്തേഡാണിത്. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു മരുന്ന് നമുക്കിപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു മരുന്ന് കഴിക്കുന്നതും ഒരു ഇഞ്ചക്ഷൻ വെക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ആ അസുഖം പെട്ടെന്ന് മാറും. മരുന്ന് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാജുവലി യൂസ് ചെയ്യുന്ന സമയത്ത് പയ്യാണെങ്കിലും അസുഖം മാറി കിട്ടും, പക്ഷെ കുറച്ച് സമയം എടുക്കും. അതേ ഇത് തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവത്തിലുള്ളത്. നമ്മൾ IV വഴി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ആക്ട് ചെയ്യും, നല്ലൊരു റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അഫോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു സിറ്റിങ്ങിന് 5000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു ഇതിന് നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 8 സിറ്റിങ് വരെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 5000 വെച്ചിട്ട് ഈ ഒരു 8 സിറ്റിങ് വരെ എടുക്കുക എന്ന് പറയുമ്പോൾ എത്ര രൂപ ചിലവാകും? നമ്മൾ നമ്മുടെ ഒരു ബ്യൂട്ടി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അത്രയും പൈസ സാധാരണക്കാർക്ക് മുടക്കാനായിട്ട് ചിലപ്പോൾ ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് IV അത്ര ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, നമുക്കെല്ലാം കൊണ്ട് സാധിക്കില്ല. പിന്നെ ഒരു രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ക്രീം രൂപത്തിൽ നമുക്ക് ഗ്ലൂട്ടാത്തിയോൺ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ക്രീം രൂപത്തിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നല്ലൊരു ബ്രാൻഡിൻ്റെ ഗ്ലൂട്ടാത്തിയോൺ ക്രീം തന്നെ യൂസ് ചെയ്യുക. അതിലുള്ള ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളെല്ലാം നോക്കുക. നമ്മുടെ സ്കിന്നിനും നമ്മുടെ ബോഡിക്കൊക്കെ എന്തെങ്കിലും റിയാക്ഷൻ സംഭവിക്കുന്ന കാര്യമാണോ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളെപ്പോഴും ക്രീം യൂസ് ചെയ്യുന്ന സമയത്ത് സേഫ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ക്രീം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫേസിലായിരിക്കുമല്ലോ അപ്ലൈ ചെയ്യുക. അപ്പോൾ ആ ഒരു ഫേസിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കയ്യിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കയ്യിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. പിന്നെ മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ് ആയിട്ട് ഇൻടേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് അഫോർഡബിളും ആണ്, അതുപോലെ തന്നെ വേറെ ഒരു പ്രശ്നങ്ങളുമില്ല. നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ടാബ്ലറ്റ് ഒരുപാട് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഒരു കണ്ടൻറ്റുള്ള, അതായത് നല്ല ഒരു ബ്രാൻഡിൻ്റെ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ് നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരിക്കലും ഇതൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞു എന്ന് വിചാരിച്ച് ഇപ്പോൾ ഒരു തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നവരോ അല്ലെങ്കിൽ ഇന്ന ഒരു കാര്യങ്ങൾക്ക് ഡെയിലി മരുന്ന് കഴിക്കുന്നവരൊന്നും പോയിട്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കരുത്. ട്രീറ്റ്മെൻറ്റ് മീൻസ് ഈ ഒരു ടാബ്ലറ്റ് കഴിക്കരുത്. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് നിറം വന്നോട്ടെ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് ഇത് റെഡി ആയിക്കോട്ടെ, അതായത് നല്ല സ്കിൻ കിട്ടിക്കോട്ടെ, ഹെയർ കിട്ടിക്കോട്ടെ എന്നൊന്നും വിചാരിച്ച് കുട്ടികൾക്കൊന്നും പോയിട്ട് ഈ ഒരു ഗ്ലൂട്ടാത്തിയോൺ എടുക്കരുത്. അതെല്ലാം നമ്മളൊരു ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് മാത്രം ചെയ്യുക. പിന്നെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആണ്, സ്കിന്നൊക്കെ ഒന്ന് റിപ്പയർ ചെയ്ത് എടുക്കണം അല്ലെങ്കിൽ സ്കിന്നൊക്കെ ഒന്ന് ഹെൽത്തി ആക്കി എടുക്കണം എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു ഗ്ലൂട്ടാത്തിയോൺ നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് ഏതാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷീക്ക് ന്യൂട്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഗ്ലൂട്ടാത്തിയോണിൻ്റെ ടാബ്ലറ്റ് ആണ് കേട്ടോ. ഇതിൽ ഗ്ലൂട്ടാത്തിയോൺ മാത്രമല്ല വൈറ്റമിൻ സിയും കൂടെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ഗ്ലൂട്ടാത്തിയോണിൻ്റെ ഈ ഒരു ടാബ്ലറ്റ് ഒന്നും കഴിക്കാനായിട്ട് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ഞാൻ പറഞ്ഞല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്ലൂട്ടാത്തിയോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്ലൂട്ടാത്തിയോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫുഡുകൾ ഇൻടേക്ക് ചെയ്താൽ തന്നെ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ. കൂടുതലും വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക എന്നുണ്ടെങ്കിൽ
പെട്ടെന്ന് ഗ്ലൂട്ടാത്തിയോണെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ സിയും കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് പെട്ടെന്ന് ഇതൊന്ന് നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഗ്ലൂട്ടാത്തിയോണും വൈറ്റമിൻ സിയും ആണ് കേട്ടോ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഏകദേശം 500 mg ആണ് ഇതിലൊരു ഗ്ലൂട്ടാത്തിയോണിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 40 mg വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട്. പിന്നെ 500 mg ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് സേഫ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് ഒരു സ്ട്രോബെറി ലെമൺ ടൈപ്പ് ഫ്ലേവറാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ടേസ്റ്റ് ഒക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ഇതിൽ 20 ടാബ്ലറ്റാണുള്ളത്. നമുക്ക് 20 ദിവസമായിട്ടാണ് കേട്ടോ ഇത് യൂസ് ചെയ്യേണ്ടത്. ഒരു ദിവസം ഒരു ടാബ്ലറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഫെയർ ആയതേക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡാർക്ക് സ്പോട്ടും പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ചിട്ട് 2-3 ഒരിക്കലും ഒരു ദിവസം കഴിക്കരുത് കേട്ടോ. നമ്മുടെ ബോഡിയിലേക്ക് ഇതിൽ ഒരു ടാബ്ലറ്റ് മാത്രം ഒരു ദിവസം മതി. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടാബ്ലറ്റ് ഒരു 250 ml വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇടുക. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ അത് ഡൈല്യൂട്ട് ആയി കിട്ടും. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കുടിക്കാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് ഏത് സമയത്ത് വേണേലും അത് കുടിക്കാം. രാവിലെ, വൈകുന്നേരം, ഉച്ചയ്ക്ക് എപ്പോൾ വേണേലും അത് കുടിക്കാം കേട്ടോ. പിന്നെ കുടിക്കുന്നതിന് മുന്നേ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും ഇത് വെറും വയറ്റിൽ കുടിക്കരുത് കേട്ടോ. വെറും വയറ്റിൽ കുടിച്ച് പണി കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം നമുക്ക് ഒരു ആക്രാന്താണല്ലോ, പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ വെറും വയറ്റിലൊരു സാധനം കഴിക്കാന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുമെന്ന് പറയില്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ രാവിലെ വെറും വയറ്റിൽ ഈ ഒരു ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ വയറിന് ഇറിറ്റേഷൻ വരും കേട്ടോ. അതുപോലെ നല്ല രീതിയിൽ ഗ്യാസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം ഈ ഒരു ടാബ്ലറ്റ് കഴിക്കുക. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് ഏത് സമയത്തും ഇത് കഴിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരെണ്ണം മാത്രം ഒരു ദിവസം യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിൽ 20 ടാബ്ലറ്റ് ആണ് കേട്ടോ ഉള്ളത്. പിന്നെ ഈ ഒരു ഗ്ലൂട്ടാത്തിയോണിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ജാപ്പനീസ് ഗ്ലൂട്ടാത്തിയോൺ ആണ്. നമുക്കറിയാം, ജാപ്പനീസ് സ്കിൻ കെയർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള, ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് കേട്ടോ ഇതിന് കിട്ടുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് ഗ്ലൂട്ടാത്തിയോൺ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 15 ദിവസമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കുണ്ടായ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, പിമ്പിൾസ് എൻ്റെ ഫേസിൽ പിന്നെ വന്നിട്ടേ ഇല്ല. കംപ്ലീറ്റ് ആയിട്ട് ഇനി പിമ്പിൾസ് മാറും എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ എനിക്ക് പുതിയ പിമ്പിൾസ് ഒന്നും എൻ്റെ ഫേസിൽ വന്നിട്ടില്ല. അതുപോലെ തന്നെ എനിക്കുള്ള ഡാർക്ക് സ്പോട്ട് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ പഴയ വീഡിയോ എന്നല്ല, ഒരു കഴിഞ്ഞ മാസത്തെ വീഡിയോ വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യമായിരിക്കും. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ കറുത്ത പാടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു 8 ആഴ്ച വരെ യൂസ് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതായത് 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലാണ് നല്ല റിസൾട്ട് കിട്ടുക. 2 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എന്താ പറയുക, നമ്മുടെ ഒരു 2 ഷെയ്ഡ് വരെ ഇമ്പ്രൂവ് ആകും എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു അപ്ഡേറ്റും കൂടെ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 15 ദിവസമായിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു കോൺട്രാഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ആർക്കാണ് ഇത് യൂസ് ചെയ്യാൻ പാടില്ലാത്തത്, മെയിനായിട്ട് ഇത് യൂസ് ചെയ്യാൻ പാടില്ലാത്തത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമണിന്, അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാർ ഇത് യൂസ് ചെയ്യരുത് കേട്ടോ. അതുപോലെ തന്നെ ആസ്മ പേഷ്യൻസും ഇത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇവരത് പ്രത്യേകം പറയുന്നുണ്ട്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഇതെന്നല്ല, ഒരു ഗ്ലൂട്ടാത്തിയോണിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പാടില്ല. IV ആണെങ്കിലും ക്രീം ആണെങ്കിലും അതുപോലെ തന്നെ ടാബ്ലറ്റ് ആണെങ്കിലും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. നമുക്ക് ഗ്ലൂട്ടാത്തിയോൺ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് പറ്റും. അപ്പം തന്നെ നമ്മുടെ ബോഡിയിൽ ചേഞ്ച് വരും. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഈ കറുത്ത, അതായത് ഈ കഴുത്തിൻ്റെ പുറകിലുള്ള കറുത്ത പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ നമ്മൾ അണ്ടർ ആംസിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ നമുക്കിത് നന്നായിട്ട് ചേഞ്ച് ചെയ്യും കേട്ടോ ഈ ഒരു സാധനം യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ. കാരണം നമ്മുടെ ഫുൾ ബോഡി വർക്ക് ചെയ്യല്ലേ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പിഗ്മെൻറ്റേഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ടാബ്ലറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമില്ലാതെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇതുപോലത്തെ ടാബ്ലറ്റ് തന്നെയായിരിക്കും. ടാബ്ലറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സേഫ് ആയിട്ടുള്ള ടാബ്ലറ്റ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ സ്ക്രീനിൽ എൻ്റെ ഒരു കൂപ്പൺ കോഡ് കൊടുത്തിട്ടുണ്ട്. ആ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടും ഈ ഒരു പ്രൊഡക്റ്റിന് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഗ്ലൂട്ടാത്തിയോൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രാൻഡ് എന്തായാലും നല്ല സേഫ് ആയിട്ടുള്ള ബ്രാൻഡാണ്, ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.